ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖം, നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വണ്ടി നമ്മൾ ഇതുവരെ ഹിൽ ക്ലൈംബ് ടെസ്റ്റ് നടത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മുടെ ഓല S1S Gen 3യുടെ ഹിൽ ക്ലൈംബ് ടെസ്റ്റിംഗ് നടത്താൻ പോവാണ്. അതായത് കയറ്റത്ത് ഈ വണ്ടി എങ്ങനെയൊക്കെ കയറുമെന്ന് നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാർപ്പൂർച്ചതിൻ്റെ ഇപ്പോൾ ഉണ്ട്, നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിയിൽ ചാർജ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു, 49 ഉള്ളൂ. പക്ഷെ ഇതൊക്കെ മതി. തൊട്ട് താഴെയാണ് ആ ഒരു കയറ്റം വരുന്നത്. അപ്പോഴത്തേന് ഇത്രയും ചാർജൊക്കെ മതി. നമുക്ക് എന്തായാലും ആ കയറ്റത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആ ഒരു കയറ്റത്തിൻ്റെ താഴെ കറക്റ്റ് താഴെയായിട്ട് വണ്ടി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കയറ്റം. വീഡിയോയിൽ എത്രത്തോളം അറിയാൻ വെക്കുമെന്ന് എനിക്ക് നമുക്ക് അത് കയറ്റമുള്ളത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതൊരു നല്ല കുത്തനെയുള്ളൊരു കയറ്റം തന്നെയാണ്. ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കറക്റ്റ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വെക്കും. എന്തായാലും അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമ്മളുടെ വണ്ടി 3 മോഡിലും ഓടിച്ചിട്ട് ഈ വണ്ടി ഇതിനെ കയറ്റം കയറുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ നിലവിൽ പില്ലിയൺ വെക്കാതെ ഞാൻ മാത്രം ഒരു സോളോ ഡ്രൈവറായിട്ടാണ് ഈ വണ്ടി ഓടിക്കാൻ പോണത്. പില്ലിയൺ വെക്കുമ്പോഴത്തേനും അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഇതിലും പകുതിയുടെ പകുതി പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി ഈ വണ്ടിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നിലവിൽ ഞാനൊരു 65 കിലോ ഉള്ള എന്നെ കൊണ്ട് ഈ വണ്ടി വലിക്കുന്ന പെർഫോമൻസ് ആണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കയറ്റാനായിട്ട് നോക്കാം. ടോപ്പിൽ നിന്ന് താഴോട്ട് വരാമല്ലേ, അതായിരിക്കും നല്ലത്. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ സ്പോർട്സ് മോഡിൽ നോക്കാം. ഓക്കെ, സ്പോർട്സ് മോഡിൽ വണ്ടി കയറ്റൊക്കെ പുട്ടുപോലെ തന്നെ അടിച്ച് കയറി. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോർമൽ സാധാരണ ഒരു പെട്രോൾ വണ്ടി കണക്ക് തന്നെ വണ്ടി കയറ്റം കയറി വന്നു. ഇനി നമുക്ക് വണ്ടി ഒന്ന് നോർമൽ മോഡിൽ ഇട്ടിട്ട് നോർമൽ മോഡിൽ ഈ കയറ്റം കയറ്റി നോക്കാം. നമുക്ക് വിചാരിച്ചതുപോലെ തന്നെ സ്പോർട്സിൽ നിന്ന് തൊട്ട് താഴോട്ട് വന്നപ്പോഴത്തേനും വണ്ടിയുടെ പെർഫോമൻസ് പകുതിയായിട്ട് കുറഞ്ഞു. അതായത് നേരത്തെ വണ്ടി ജെറ്റുകൾ കയറിപ്പോയെങ്കിൽ ഇപ്പോൾ വണ്ടി കുറച്ച് പമ്മിയാണ് കയറിപ്പോണത്. എന്നാലും വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കയറി കിട്ടി. ഗൈസ്, ഇനിയാണ് നമ്മൾ വണ്ടിയിൽ ഏറ്റവും പവർ പറഞ്ഞ എക്കോ എന്ന് പറഞ്ഞുള്ള മോഡ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. എക്കോ ഇട്ടിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ. വണ്ടി പയ്യെ പയ്യെ കയറുന്നുള്ളൂ കയറ്റം. ഓഹോ, വണ്ടി ഒട്ടും വലിയതല്ല ഗൈസ്. എന്താ അതാ നിന്നു. കറക്റ്റ് കയറ്റത്തിന് നടുക്കെത്തിപ്പോഴത്തെ ഓ വണ്ടി നിന്ന് ഗൈസ്. വണ്ടി തോ മേലോട്ട്. അയ്യോ, ഓഹോ, ഓ ഓ ഓക്കെ ഗൈസ്. സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡ് ഇട്ടിട്ട് പോലും വണ്ടി ആ ഹിൽ ഹോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഇതാ അവിടെ ഞാൻ പെട്ടുപോയി. വണ്ടി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വണ്ടി മറിഞ്ഞില്ല, എനിക്ക് കയറി കിട്ടി. ഇതായിരുന്നു അവസ്ഥ. നിങ്ങൾ കണ്ടു കാണുമല്ലോ വണ്ടിയുടെ കയറ്റം കയറുമ്പോഴുള്ള പ്രോബ്ലം. ഇതും ഞാൻ ഒറ്റയ്ക്ക് 65 കിലോ മാത്രമുള്ള ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയപ്പോഴത്തേനുള്ള അവസ്ഥയാണിത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ പില്ലിനോട് ഉണ്ടായിരുന്നെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞ മോഡലും മിക്കവാറും ഇതേപോലത്തെ കയറ്റങ്ങളൊന്നും കയറാൻ സാധിക്കില്ല എന്തായാലും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള ഇലക്ട്രിക് സ്കൂട്ടി ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കയറ്റത്തൊക്കെ മാക്സിമം അതിൻ്റെ ടോപ്പ് മോഡിൽ തന്നെ വണ്ടി കയറ്റാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഡൻലി എന്തെങ്കിലും ബൈക്ക് കാരണവശാൽ വണ്ടി ആ കയറ്റത്ത് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടി ഹിൽ ഹോൾഡ് എന്നൊക്കെ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ വണ്ടി ബാക്കിലോട്ട് വരും. നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത് എന്തായാലും പാടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതേപോലത്തെ ബേസ് വേരിയന്റ് മോഡൽ വണ്ടികൾക്കൊന്നും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും വരാൻ സാധ്യതയുള്ളതല്ല. അപ്പൊ ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ കാരണമാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബാക്കി നാളെ.